സ്വരാജിന്റെ സ്ഥാനാർത്ഥി എത്ര ഉചിതമാണ്? സ്വരാജ് ചങ്കൂറ്റത്തോടെ നിന്ന് വിജയിച്ചു പോകുന്ന ഉറപ്പാണ്. ഇവിടെ ആര്യൻ വന്ന മാതിരി തിരിച്ചു പോകും, കവറിലേക്ക് തന്നെ പോകും. സ്വരാജിന്റെ സ്ഥാനത്തെ കുറിച്ചുള്ള പ്രതികരണം? സ്വരാജ് യുവതയുടെ പ്രതീകമാണ്, നിലമ്പൂരിന്റെ രോമാഞ്ചമാണ് സഖാവ് എം സ്വരാജ്. സ്വയം പ്രവർത്തനത്തിലൂടെ ഉന്നതിയിലെത്തി ഇന്ന് ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറിയ സഖാവ് സ്വരാജ് എന്തുകൊണ്ടും നിലമ്പൂർ മണ്ഡലം പിടിച്ചടക്കുമെന്നില്ല ആത്മവിശ്വാസം പ്രവർത്തകരായി ഞങ്ങൾക്ക്. സ്വരാജ് തന്നെ വരണം എന്തായിരുന്നു ഇവിടെ എല്ലാവരുടെയും വികാരം? എല്ലാവരുടെയും വികാരം ഒരു പൊതുവികാരമായിരുന്നു. സ്വരാജ് ഈ നാട്ടുകാരനാണ്, ഈ മണ്ണിനെ കുറിച്ച് വ്യക്തമായി അറിയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ സ്വരാജ് ഈ മണ്ണിൽ നിന്ന് വിജയിച്ചു കയറും, അത് ഉറപ്പാണ്. സ്വരാജിന്റെ സ്ഥാനാർത്ഥി താങ്കളുടെ അഭിപ്രായം? ഏറ്റവും നല്ല പാർട്ടി എടുത്ത ഏറ്റവും നല്ല തീരുമാനമാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം. സ്വരാജ് എന്തായാലും ഒമ്പിച്ച ഭൂരിപക്ഷത്തോടെ നിലമ്പൂരിന്റെ ഈ മണ്ണിൽ നിന്ന് വിജയിച്ചു കയറും. ഞങ്ങളുടെ പാർട്ടിക്കാരുടെ എല്ലാവരുടെയും ഒരു ആവേശമാണ്. സ്വരാജിനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ടോ താങ്കളും? എങ്ങനെയാണ് സ്വരാജിന്റെ സ്ഥാനാർത്ഥി അനൗൺസ് ചെയ്യുമ്പോൾ, പാർട്ടി സെക്രട്ടറി അനൗൺസ് ചെയ്യുമ്പോൾ ഉള്ള പ്രതികരണം? നിലമ്പൂർ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് സഖാവ് എം സ്വരാജ്. നിലമ്പൂരുകാരനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരുകാർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ആവേശം തന്നെ. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഉടനെ എല്ലാ പ്രവർത്തകരും ആവേശത്തോടുകൂടി മുദ്രാവാക്യം വിളിച്ച് പാർട്ടി ഓഫീസിൽ ഇറങ്ങി തെരുവിൽ പ്രകടനം നടത്തുന്നത് എത്രമാത്രം അവർ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് ഈ വന്നിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ്. തീർച്ചയായും ഇത് തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിലേക്ക് എത്തിക്കും. ഇപ്പോൾ പല പേരുകളും ചർച്ച ചെയ്യപ്പെട്ടല്ലോ, എങ്കിലും നിങ്ങളുടെയൊക്കെ പുറമേ പറഞ്ഞില്ലേ, നിങ്ങളുടെയൊക്കെ മനസ്സിലെ വികാരം സ്വരാജ് എന്ന പേര് തന്നെയായിരുന്നു? അല്ല, പാർട്ടി അത് കൃത്യസമയത്ത് പ്രഖ്യാപിക്കും എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദൻ മാസ്റ്റർ വളരെ കൃത്യമായി ഞങ്ങൾ പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിക്കും എന്ന് അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വിധം സഖാവ് പ്രഖ്യാപിച്ചതാണ്. അത് കൃത്യസമയത്ത് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. എം കെ സാനു അടക്കമുള്ള വി വസീഫ് അടക്കമുള്ള അഫ്സൽ അടക്കമുള്ള യുവ നേതാക്കളെല്ലാം ഈ ആവേശത്തിന്റെ ഭാഗമായി റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. പ്രചാരണം തുടങ്ങുകയാണ് ഇടതുപക്ഷം. നിലമ്പൂരിൽ കഴിഞ്ഞ 2 മാസത്തിലധികമായി ക്യാമ്പ് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെയും ഈ തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന്റെയും ചുക്കാൻ പിടിക്കുന്ന എം സ്വരാജ് തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി വരികയാണ്. UDFിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പസമയം മുൻപ് വന്നതാണ്. പ്രചാരണം അവർ ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് തലവേദനയായി നിൽക്കുന്ന ഇപ്പോൾ PV അൻവറാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണത്തിലേക്ക്.